തന്നെ പരംവീർ ചക്ര യാദവൻ്റെ പേര് മാത്രം, അല്ലെങ്കിൽ അതിന് കുറേ സമയം പോവും. നിങ്ങൾക്കെല്ലാവർക്കും വിലപ്പെട്ട സമയമുള്ളത് കൊണ്ട് ഞാനൊരു സജഷൻ വെച്ചതേ ഉള്ളൂ. സമയം ഒത്തിരി മുന്നോട്ട് വഹിക്കുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് ക്രമീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഭരണ സ്ഥിരാ കേന്ദ്രത്തിന്റെ തിരുവന്നിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ അമർ ജവാൻ ലീഗിന്റെ കൂടെ സഹകരിച്ച മണപ്പുറം ഫിനാൻസ് അവർക്ക് ഈ സമയത്ത് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇതിന്റെ ഈ സമർപ്പണ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മാനിക്കുക. നല്ലൊരു കയ്യടിയോടെ अपना हॉनरी कैप्टन योगेंद्र सिंह यादव परमवीर चक्र को इस वेदी में स्वागत करेंगे. धन्यवाद. रेवेन्यू मिनिस्टर राजन के तोड़े से श्री एम के वर्गीस मेयर तृश्शूर कॉर्पोरेशन. ओके. NCC കമാൻഡർ നല്ലൊരു ഉത്സാഹത്തോടെ അതിലേറെ മാതൃകയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശേഷങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. അദ്ദേഹത്തെയും ആദരവോടെ നല്ലൊരു കയ്യടിയോടെ വളരെയധികം നല്ലൊരു ഉത്സാഹത്തോടെ നല്ലൊരു കയ്യടിയോടെ നല്ലൊരു ആദരവോടെ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സന്നിഹിതരായിരിക്കുന്ന വിമുക്തരുടെ സഹോദരന്മാരെ, സഹോദരത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും രക്ഷയ്ക്കും വേണ്ടി വീരചർമ്മം പ്രാപിച്ച ധീരജവാന്മാരുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും എല്ലാ സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലും വാർ മെമ്മോറിയൽ അഥവാ അമർ ജവാൻ സ്ഥിതി ചെയ്യുന്നു. അമർ ജവാൻ എന്ന വാക്കിന്റെ അർത്ഥം ചിരഞ്ജീവിയായ സൈനികൻ എന്നാണ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ കീഴിൽ തൃശൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ അയ്യന്തോ കളക്ടറേറ്റിന് സമീപം ആരെയും ആകർഷിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഓരോരുത്തരുടെയും അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും രാജ്യസ്നേഹത്തിന്റെയും തിലകക്കുറിയായ അമർ ജവാൻ സ്ഥിതി ചെയ്യുന്നത്. കേരള നിയമസഭയിലെ മുൻ സ്പീക്കറും MLA-യുമായിരുന്ന ശ്രീ തേരമ്പിൽ രാമകൃഷ്ണ സാറിന്റെ അഷ്ടാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് 2002 ജനുവരി 7-ാം തീയതി തറക്കല്ലിട്ട് 2002 ഡിസംബർ 7-ാം തീയതി രാജ്യത്തിന് സമർപ്പിച്ച ഈ അമർ ജവാൻ കാലപ്പഴക്കം കൊണ്ടുണ്ടായ കേടുപാടുകൾ മുഴുവൻ നവീകരിച്ചു. കാർഗിൽ യുദ്ധത്തിൽ സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് ശത്രുക്കളോട് പടപൊരുതി വിജയം കൈവരിച്ച ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ജേതാവ് ഹോണറി ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഈ സംരംഭത്തിന് ഞങ്ങളെ തുറന്നു മനസ്സോടെ സഹായിച്ച മണപ്പുറം ഫൈനാൻസ് MD ആൻഡ് CEO ശ്രീ നന്ദകുമാർ സാറിനോടും KMB കൺസ്ട്രക്ഷൻ MD ശ്രീ പരമേശ്വരൻ സാറിനോടും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും ഇതോടൊപ്പം അറിയിക്കുന്നു. ഇതിന്റെ സമർപ്പണത്തിന് ഇവിടെ എത്തിച്ചേർന്ന ഹോണറി ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവിനെ പ്രത്യേകം നന്ദി പറയുന്നു. हॉनरी कैप्टन यादव सिंह जी, आपने काफ़ी तकलीफ उठाकर हमारे पास आया, उसके लिए आपको मेरे तरफ से धन्यवाद देता हूँ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ ആ യോഗേന്ദ്ര സിംഗ് യാദവിൻ്റെ പ്ലേ ചെയ്യൂ പ്ലീസ്. ഓൺലി 1.5 minutes. Subedar Major and Honorary Captain Yogendra Singh Yadav, Paramveer Chakra, is an officer in the Indian Army who was awarded the highest Indian military honor, the Paramveer Chakra, for displaying exemplary courage during the Kargil War. Aged 19 when he received the decoration, he is the youngest person to be awarded the Paramveer Chakra. His dedication and service has been depicted in 2 film features, which is LOC Kargil and Lakshya. In June 1996, Yogendra joined the Indian Military Academy in the Manekshaw Battalion. Yogendra was nearly 16 years and 5 months old when he joined the Indian Army as Sainik. He was married for only 15 days when he reported for national duty during Kargil War.
he went to the Kargil war with only 2.5 years of experience in the armed force. On 12th June 1999, he was assigned a task to capture the Tololing hilltop. He was a part of the Ghatak platoon and was assigned to capture Tiger Hill on the night of 4th July 1999. He has survived multiple bullet injuries from that war. The Paramveer Chakra was announced for him posthumously, but soon it was found that he was recovering in a hospital. Paramveer Chakra Yogendra Singh Yadav is the example of evident valor and an invincible personality. He displayed the most conspicuous courage, indomitable gallantry, grit and determination under adverse circumstances. He is the light and might of patriotism that we should all imbibe with respect. His deeds are not just to be studied in history books, but to be tattooed in the hearts of every Indian. Salute to the exceptional warrior, Paramveer Chakra Yogendra Singh Yadav. എൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ മുമ്പിൽ ആരാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തോടുകൂടി പ്രത്യേകിച്ച് പട്ടാളക്കാരല്ലാത്തവർ. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദേശീയ പതാക ഉയർന്നു പറക്കുന്നത് കാറ്റിൻ്റെ ശക്തിയിലല്ല, അത് ഉയർത്തിപ്പിടിക്കാൻ, അതവിടെ നിലനിർത്താൻ വേണ്ടി ജീവൻ ബലി കഴിച്ച ജവാന്മാരുടെ അവസാന ശ്വാസത്തിൻ്റെ ബലത്തിലാണ് ദേശീയ പതാക പാറിപ്പറക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് ചോക്ക് കൊണ്ടോ പെയിൻറ് കൊണ്ടോ നമ്മൾ സ്കൂളിലത്തെ മാപ്പിൽ കാണുന്ന പോലെയല്ല. അതിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ തല കൂട്ടി യോജിച്ചാൽ കിട്ടുന്ന ഒരു വരയാണ് മാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഒരു പട്ടാളക്കാരൻ 4 അടി അവിടെ നിന്ന് പിൻവാങ്ങിയാൽ ആ മാപ്പ് 4 അടി പിൻവാങ്ങും. ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇനി യോഗേന്ദർ സിംഗിൻ്റെ കാര്യം, 19 വയസ്സ്, 17 വെടിയുണ്ട, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എത്ര പേര് ജീവിച്ചിരിക്കുന്നു, മരിച്ചു. ഞാനൊരു കാര്യമാണ് പറയുന്നത്. യോഗേന്ദർ സിംഗ് യാദവ് അന്ന് 16,000 അടി ഉയരത്തിൽ -10 ഡിഗ്രി ടെമ്പറേച്ചറിൽ ആ 100 മീറ്റർ 90 ഡിഗ്രി ഇതിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഇതിൽ കയറിയില്ലായിരുന്നെങ്കിൽ ആ മലയുടെ പുറത്ത് മഞ്ഞായിരുന്നില്ല, കരടിയായിരുന്നില്ല, തുരുതുര വെടിപൊഴിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു സെക്ഷൻ മുഴുവനുണ്ടായിരുന്നു. ഇദ്ദേഹം തന്നെ വെടി കൊണ്ട് ഏറ്റ് അതിൻ്റെ മീതെ അള്ളിക്കയറി അവിടെ നിന്ന് എറിഞ്ഞു കൊടുത്ത കയറിലാണ് ബാക്കിയുള്ളവർ കയറി പാകിസ്ഥാനെ തുരത്തി ആ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുത്തത്. ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിക്കുക, ആ ടൈഗർ ഹില്ല് അന്ന് യോഗേന്ദർ സിംഗ് യാദവ് ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ ടൈഗർ ഹില്ല് നമ്മൾ പിടിച്ചെടുക്കില്ലായിരുന്നു. ആ ടൈഗർ ഹില്ല് പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ ജയിക്കില്ലായിരുന്നു. 99 കാർഗിൽ യുദ്ധം ഇന്ത്യ തോറ്റിരുന്നു എന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് എല്ലാവരും വിചാരിച്ച് നോക്കൂ, നമ്മൾ എവിടെയായിരിക്കും? അങ്ങനെ ചരിത്രം തിരിച്ചു കുറിച്ച ഒരു വ്യക്തിത്വമാണ് കേരളത്തിൽ ആദ്യമായിട്ട് കാലുകുത്തി നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ആ പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം. അദ്ദേഹത്തിന് വയ്യ, അവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റും മേലുവേദന ഇത് ഒരൊറ്റ സ്നേഹം, കേരളത്തിലേക്ക് വരണം, ഇന്നിവിടെ നിൽക്കണം. നാളെ അദ്ദേഹം 10 മണിക്ക് ഡിഫൻസ് മിനിസ്റ്ററായിട്ട് മീറ്റിംഗാണ്. ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോവാണ്. ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കും ഇതൊക്കെ 19 വയസ്സിലും കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കാതെ, യൂണിറ്റ് തിരിച്ചു വിളിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പലവരും ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് വട്ടാണോ? ഞാൻ പറയാണ്, ഏറ്റവും വലിയ വട്ടനാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം ബുദ്ധി ഉണ്ടെങ്കിൽ യാദവ് നീ ഒന്ന് പോവാമോ എന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും? എന്നാൽ സാറിന് പോക്കൂടെ? ഇതാണല്ലോ പൊതുവേ ഒരു ആറ്റിറ്റ്യൂഡ്. ഇദ്ദേഹത്തിനോട് ഡീറ്റെയിൽ അല്ല ചെയ്തത്. ഇദ്ദേഹം പറഞ്ഞത്, സാറേ ഈ അവസരം എനിക്ക് തരാമോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ വലിഞ്ഞു കയറിയ മനുഷ്യന് ദൈവനിയോഗമാണ് 17 വെടിയുണ്ട കൊണ്ടിട്ടും പോക്കറ്റിൽ കിടന്ന ഒരു 5 രൂപ കോയിനിൽ തട്ടി ഒരു വെടിയുണ്ട തെറിച്ചു പോയത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി. അതാണ് പരംവീർ ചക്ര യാദവ്. ഇനി അമർ ജവാനെക്കുറിച്ച് ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 2017 ഞാനിവിടെ NCC ബറ്റാലിയൻ്റെ കമാൻഡിംഗ് ഓഫീസറായിട്ട് എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. എല്ലാവരും ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, 20 വർഷമായിട്ട് നിൽക്കുന്നു. ഞാൻ ആദ്യത്തെ ദിവസം അവിടെ പൂടാൻ വേണ്ടി വന്നപ്പോൾ 12 ഒഴിഞ്ഞ മദ്യക്കുപ്പികളാണ് അവിടെ നിന്ന് കിട്ടിയത്. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആരുമല്ല. പക്ഷേ അങ്ങനെ ദിശ കെട്ട് നടക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഒരു പ്രചോദനമായി, ഒരു മാതൃകയായി എല്ലാവരും പട്ടാളത്തിൽ ചേരണമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല അമർ ജവാൻ. അമർ ജവാനിൽ നിങ്ങൾ വെക്കുന്ന ഓരോ പൂവിനും ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ,
പട്ടാളം വിധവകളെ മാത്രം സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിധവകൾ വീട്ടിലിരുന്ന് ഇത് കാണുമ്പോൾ, നിങ്ങൾ വയ്ക്കുന്ന ഓരോ പൂവും കാണുമ്പോൾ അവരുടെ ആ വ്യക്തിപരമായിട്ടുള്ള ദുഃഖം നമ്മൾ അഭിമാനമാക്കി മാറ്റുകയാണ്. കാരണം അവർ തോന്നുന്നു, ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എൻ്റെ ഭർത്താവ് ജീവൻ ത്യജിച്ചത്. മാത്രമല്ല, ഇന്നവിടെ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരനും ആ പൂർണ്ണ ബോധ്യമുണ്ട്, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തെ ഞാൻ കരുതുന്നതിനേക്കാൾ ഉപരി ഈ നാട്ടുകാർ കരുതും എന്നുള്ളൊരു തോന്നൽ, ആ ഒരു ആത്മവിശ്വാസമാണ് ഒരു പട്ടാളക്കാരൻ്റെ മുതൽ. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ കിട്ടുന്ന ശമ്പളമല്ല. അപ്പോൾ അമൃതവാൻ സംരക്ഷിക്കപ്പെടേണ്ടത്, യുദ്ധം ആഘോഷിക്കപ്പെടേണ്ടതാണോ, യുദ്ധവിജയം ആഘോഷിക്കപ്പെടേണ്ടതാണോ, അതിനൊരു ഓർമ്മ വേണോ, ഇങ്ങനെയൊക്കെ പല ചിന്തകളുണ്ട്. അതങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പവിത്രതയോടുകൂടി നമ്മൾ സംരക്ഷിക്കണം. അതിനെനിക്ക് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിൽ നിന്നും, പ്രത്യേകിച്ച് കളക്ടർ, മേയർ, അതുപോലെ നന്ദകുമാർ സാർ വളരെ പെട്ടെന്ന് മുന്നോട്ട് വരികയും ഇന്ന് തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യയിൽ ഒരു മിലിറ്ററി കൺട്രോൾമെൻറ്റിന് പുറത്തേക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് അമർജവാനാണെന്ന് തൃശ്ശൂരിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും അവിടെ ലൈറ്റും കൂടി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഒരൊറ്റ ആഹ്വാനം ചെയ്തുകൊണ്ട് മന്ത്രിയുടെ ഇതിൽ പ്രസൻസിൽ ഞാൻ ചെയ്യുവാണ്, ബിന്ദു ടീച്ചർ വരേണ്ടിയിരുന്നതാണ്. ഈ സ്കൂളുകളിലേക്കൊക്കെ ഒരു ആനുവൽ ഡേ ഒക്കെ നടത്തുമ്പോൾ ആ പരിസരത്തുള്ള ഇപ്പോൾ 71 യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു സൈനികനെ, ഒരു പൂർവ്വ സൈനികനെ, ഇഷ്ടംപോലെ NCC ബറ്റാലിയൻസിൽ ഓഫീസർമാരുണ്ട്, ഇവരെയൊക്കെ ഒന്ന് വിളിച്ച് സ്കൂളിൽ ഒരു 5 മിനിറ്റ് അവരുടെ മുമ്പിൽ നിർത്തിയാൽ മതി. ഇവരൊക്കെ അല്ലേ ഒരു റോൾ മോഡല്. ഇവരൊരു വാക്ക് പറഞ്ഞില്ലെങ്കിലും ഈ കുട്ടികൾക്ക് നിങ്ങൾ ഇവിടെ വാടാ അവിടെ പോടാ എന്ന് പറഞ്ഞ കാലം കഴിഞ്ഞിരിക്കണു. നമ്മുടെ പൂർവികന്മാരൊക്കെ കുരങ്ങന്മാരാണ്. വാടാ പോടാ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ വരില്ല, പക്ഷേ ഇരുന്ന് കാണിച്ചു കൊടുത്താൽ കുരങ്ങനിരിക്കും. കുട്ടികളോട് നിങ്ങൾ റോൾ മോഡലെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതൊരു പട്ടാളനെക്കാട്ടും ഉപരി നിങ്ങൾക്ക് കിട്ടുമോ? അതുകൊണ്ടാണ് NCC ഇന്നും, സുനിൽകുമാർ സാറിനെ ഇരുത്തിക്കൊണ്ട് പറയട്ടെ, NCC മാത്രം എന്തുകൊണ്ട് ഇന്നും ഡിഫൻസ് മിനിസ്ട്രി നിലനിർത്തിയിരിക്കുന്നു? ഇതൊരൊറ്റ കാരണമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നീട്ടുന്നില്ല. ഉദ്ഘാടനം നടക്കേണ്ടതുണ്ട്, യാദവന് പ്രസംഗിക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് ഫ്ലൈറ്റ് പിടിക്കേണ്ടതുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു, ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇത്രയും വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസേഴ്സും നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ ഇന്നിവിടെ നിൽക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. പ്രത്യേകിച്ച് യോഗേന്ദ്ര സിംഗ് യാദവിന് വളരെ വളരെ നന്ദി. താങ്ക് യു. ജയ് ഹിന്ദ്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ നേതൃത്വത്തിൽ നവീകരിച്ച അമർ ജവാൻ സമർപ്പിക്കുന്ന ഈ മഹനീയമായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ KK ഉണ്ണികൃഷ്ണൻ, ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ടും തുടർന്ന് സംസാരം കൊണ്ടും നേരത്തെ സമർപ്പണം കൊണ്ടും ധന്യമാക്കിയ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പരംവീർ ചക്ര ജേതാവായിട്ടുള്ള ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് പരംവീർ ചക്ര, ബഹുമാനപ്പെട്ട മേയർ ശ്രീ MK വർഗീസ്, ബഹുമാനപ്പെട്ട MP ശ്രീ TN പ്രതാപൻ, മറ്റ് വേദികളിലുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൈനികരെ, കുടുംബാംഗങ്ങളെ, ദീർഘമായ സംഭാഷണം അനിവാര്യമല്ലാത്ത വികാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രിയങ്കരനായ സുഹൃത്ത് കേണൽ H പത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ 135 കോടിയോളം വരുന്ന രാജ്യത്തെ ജനതയെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാക്കുന്ന അവരുടെ അതിർത്തികളും അവരുടെ സ്വപ്നങ്ങളും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഒരുപോലെ നിലനിർത്താൻ രാവും പകലുമില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ അറ്റങ്ങളെയും ഒരു പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ധീരന്മാരായ സൈനികരുടെ ഒരിക്കലും മറക്കാത്ത സമാനതകളില്ലാത്ത ഓർമ്മകളുടെ ഒരു സായാഹ്നത്തിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മണപ്പുറം ഗ്രൂപ്പിൻ്റെ ശ്രീ VP നന്ദകുമാറിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് അമർജ്യോതിയെ നവീകരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അമർജ്യോതിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ എന്ന സാംസ്കാരിക തലസ്ഥാനം അഭിമാനപൂരിതമാവുകയാണ് ഈ സായാഹ്നത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം വിളിച്ച രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ധാന്യപ്പുരകൾ നിറയ്ക്കുന്ന കർഷകനും
ഇന്ത്യയുടെ അതിർത്തികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരനും വിജയിക്കട്ടെ എന്ന അഭിമാനപൂർവ്വം മുദ്രാവാക്യം ഉയർത്തിയ ഒരു രാജ്യം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി ഏറ്റവും അവസാനം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ജാട്ടു പതാക വലിച്ചു താഴെ ഇറക്കി അവനെ അവൻ്റെ നാട്ടിലേക്ക് പലായനം ചെയ്യിക്കാൻ ധീരദേശാഭിമാനികൾ നടത്തിയ സമാനതകളില്ലാത്ത സമരം കേവലം സാമൂഹ്യ പാഠപുസ്തകത്തിലെ പാഠ്യഭാഗങ്ങളിൽ മാത്രമല്ല, ലോകം ഇന്ത്യയിലൂടെ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമര മുഹൂർത്തമാണ്. ആ സമരത്തിലൂടെ നാം നേടിയെടുത്ത രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും രാജ്യത്തിൻ്റെ പരമാധികാരവും അതിർത്തികൾ നിശ്ചയിച്ചുകൊണ്ടൊരു രാജ്യം നേരത്തെ എച്ച് പത്മനാഭൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരച്ചുവെച്ച ഇന്ത്യയുടെ ഭൂപടവും അതുപോലെ നിലനിർത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച സൈനികർ, അതിൽ തന്നെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളുടെ മുഖങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട സൈനികർ, അവരുടെ മുമ്പിൽ നാം സമർപ്പിക്കുന്ന ഓരോ അശ്രുകണങ്ങളും ഓരോ പൂക്കളും നമ്മുടെ തലമുറ സൈന്യത്തിനും വരാനിരിക്കുന്ന സൈന്യത്തിലേക്കുള്ള പുതിയ തലമുറയ്ക്കും കൊടുക്കുന്ന ഐക്യദാർഢ്യമാണ്, അവരോടുള്ള നമ്മുടെ സല്യൂട്ടാണ്, നമ്മുടെ അഭിമാന പ്രഖ്യാപനമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഞാനൊരു ദീർഘമായ സംസാരത്തിലേക്ക് പോകുന്നില്ല. പരംവീർ ചക്ര ജേതാവ് ആദ്യമായി കേരളത്തിൽ വന്നെത്തിച്ചേർന്നത് അമർ ജവാന്റെ പുനർസമർപ്പണത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരേ സമയം അഭിമാനപൂരിതരാവുകയാണ് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഇവിടെ വിശദീകരിച്ചതുകൊണ്ടും ഒരു 1.5 മിനിറ്റാണെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ഫീച്ചറിലൂടെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഓർക്കേണ്ടതുണ്ട്, 18,000 അടി ഉയരത്തിൽ 10 ഡിഗ്രി തണുപ്പിൽ 17 വെടിയുണ്ടകൾ പച്ചമാംസത്തെ തുടർച്ചയായി തുളച്ചു കയറുമ്പോഴും രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ ടൈഗർ ഹില്ലിൽ 3 നിറവും നടുവിൽ അശോക ചക്രവുമുള്ള ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ മഹാനായൊരു മനുഷ്യനാണിന്ന് നമ്മുടെ അമർ ജവാൻ ഈ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ എത്തിച്ചേർന്നത് എന്നുള്ളത് അത്രമാത്രം നമ്മൾ ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം കേരള സർക്കാരിന് വേണ്ടി അഭിമാനപൂർവ്വം നിങ്ങൾ അറിയിക്കട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ സമരങ്ങളിൽ, രാജ്യത്തിൻ്റെ യുദ്ധങ്ങളിൽ, രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സൈനികരും അവരുടെ കുടുംബവും എത്രമാത്രം പ്രധാനപ്പെട്ടതായി ഒരു സർക്കാർ കാണുന്നുവോ അത്രയേറെ ആദരവോടെ അങ്ങനെ സൈനികരായി പോയി വീരമൃത്യു വരിച്ച മനുഷ്യരുടെ കുടുംബങ്ങളെ അനാഥമാക്കില്ല എന്ന അഭിമാനകരമായ പ്രഖ്യാപനത്തിൽ കേരള സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും രാഷ്ട്രീയത്തിന് അതീതമായി കൈക്കൊള്ളും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു അനുഭവം എൻ്റെ നിയോജക മണ്ഡലത്തിൽ കൂടിയാണ് 13 പേർ ഒരുമിച്ച് നമുക്ക് നഷ്ടപ്പെട്ട പുനൂരിലെ അപകടം. രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ സംയുക്ത സേനാ മേധാവി ഉൾപ്പെടെ 13 പേർ ഒരു ചെറിയ സമയത്തിനിടയിൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടമായി. രാജ്യത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സൈനിക വിഭാഗങ്ങളിൽ പല നിലവാരത്തിലുള്ള സേവനങ്ങൾ നടത്തി എത്രയോ ഘട്ടങ്ങളിൽ നമുക്ക് അഭിമാനമായ മനുഷ്യർ. അതിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു മലയാളി എൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള ഉല്ലൂരിലെ പൊന്നുക്കര എന്ന പ്രദേശത്താണ്. ജൂനിയർ വാറന്റ് ഓഫീസറായിട്ടുള്ള പ്രദീപ് ഒരു ചെറിയ കാലത്തിനിടയിൽ സുലൂരിലെ ക്യാമ്പസിൽ നിന്ന്, എയർഫോഴ്സിൻ്റെ ക്യാമ്പസിൽ നിന്ന് 2018 ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ പ്രളയത്തെ ഈ കേരളം നേരിട്ടപ്പോൾ പ്രത്യേക മുന്നറിയിപ്പുകളില്ലാതെ വന്ന് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിത സംരക്ഷണത്തിന് നേതൃത്വം നൽകിയ ഒരു മനുഷ്യൻ 13 പേരിൽ ഒരാളായി നമുക്ക് നഷ്ടപ്പെട്ടു. ബുധനാഴ്ചയാണ് അദ്ദേഹം മരിച്ചു എന്ന വിവരം വൈകുന്നേരം നമുക്ക് ലഭ്യമാകുന്നത്. ശനിയാഴ്ച രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഡൽഹിയിൽ നിന്ന് സുലൂരിലെത്തി കരമാർഗം പുത്തൂരിലെ പൊന്നൂക്കരയിലെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ നാം സംസ്കരിച്ചു. ബുധനാഴ്ച മരിച്ച് ശനിയാഴ്ച ശവസംസ്കാരം നടത്തി. പ്രിയപ്പെട്ടവർ, അഭിമാനപൂർവ്വം പറയട്ടെ, പിന്നത്തെ ബുധനാഴ്ച ചേർന്ന കേരളത്തിലെ ക്യാബിനറ്റ് പ്രദീപിൻ്റെ വിധവ ശ്രീലക്ഷ്മിക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ സൈനിക വ്യൂഹത്തിന്, ഇന്ത്യയിലെ സൈനിക വ്യൂഹത്തിന് എത്രമാത്രം ഗൗരവം ഈ കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരാഴ്ച കൊണ്ട് നഷ്ടപ്പെട്ട ഒരു സൈനികൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കാനായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സ്ഥായിയായി സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ, അതും ഏറെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, അവർക്ക് ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്.
ഞാൻ ചുമതല വഹിക്കുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥയായി ആ സൈനികൻ്റെ ഭാര്യ ഇനി മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കുണ്ടാകും എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് നടത്തുന്ന, ഒരു സൈനികനോട് നടത്തുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടായി ഞാൻ ഇതിനെ കാണുന്നു. ഞാൻ ദീർഘമായ ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല. വളരെ അഭിമാനത്തോടെ കേരള ഗവൺമെൻറ്റിനു വേണ്ടി പരംവീർ ചക്ര നേടിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈഗർ ഹില്ലിൽ തുളച്ചു കയറുന്ന തണുപ്പിൽ ശരീരത്തിൻ്റെ ഓരോ നാഡീ ഞരമ്പുകളെയും 11 വെടിയുണ്ടകൾ ഏറ്റുപോകുമ്പോഴും രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ, പെറ്റനാടിൻ്റെ മാനാഭിമാനങ്ങളെ നിലനിർത്താൻ ഞങ്ങളുടെ അതിർത്തി വൈദേശികൻ്റെ മുമ്പിൽ ജീവിതം കൊടുത്തും സംരക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ച ധീരനായ ഒരു ക്യാപ്റ്റൻ്റെ, യോഗേന്ദ്ര സിംഗിൻ്റെ സാന്നിധ്യം ഈ യോഗത്തെ വല്ലാതെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. സർ, ഐ സല്യൂട്ട്സ് യു ഓൺ ബിഹാഫ് ഓഫ് ദ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ മഹനീയമായ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട്, ഇവിടെ കേണൽ പത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ ഈ അമർജ്യോതി സംരക്ഷിക്കാനുള്ള കടമ ഏതെങ്കിലും ഒരു വിഭാഗത്തിനു മാത്രമല്ല. അതിലൂടെ കടന്നു പോകുന്നവർ, അതിലൂടെ നടന്നു പോകുന്നവർ, അതിനെ കാണുന്നവർ, നമ്മുടെ സമൂഹത്തിൽ ഓരോ മനുഷ്യനും ഒരു യാത്രയിലും ഒരു നേരത്തിലും ഒരു നോട്ടത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതായി അമർജ്യോതി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ധീരരായ സൈനികരുടെ സമുജ്വലമായ സ്മരണകൾക്ക് മുമ്പിൽ കേരള സർക്കാരിന് വേണ്ടി ശിരസ് നമിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Captain Yogendra Singh Yadav to enlighten us with a few words. इंडियन आर्मी के सर्विंग ऑफिसर्स, नेवी के सर्विंग ऑफिसर्स, माननीय मिनिस्टर्स, माननीय यहाँ के मेयर्स, माननीय डिप्टी कलेक्टर साहिबा और मंच पर बैठे हुए तमाम वो गणमान्य व्यक्तिगण और मेरे सम्मुख बैठे हुए त्रिशूर डिस्ट्रिक्ट के वो महान और प्रेरणा के स्रोत, बुजुर्ग, माताएं, बहनें और वो मेरे युवा साथी, मैं आप सबको हृदय से नमन करता हूँ, वंदन करता हूँ कि आपने मुझे एक ऐसे शुभ अवसर पर यहाँ बुलाया। केरला स्टेट एक्स सर्विसमैन एसोसिएशन ने जो यहाँ पर एक अमर जवान मेमोरियल बनाया। ये मेमोरियल्स उन शहीदों को, उन वीरों को याद दिलाता है जिन्होंने इस माँ भारती के लिए अपने प्राणों के बलिदान दे दिया। ये मेमोरियल्स कहते हैं कि लगेंगे हर वर्ष मेले, शहीदों की चिताओं पर लगेंगे हर वर्ष मेले, वतन पर मिटने वालों का बस यही बाकी निशा हो। मेरे देश का यूथ, नौजवान इन मेमोरियल्स को, इन शहीद स्तंभों को देख कर के आगे बढ़ता है। उनके अंदर एक प्रेरणा शक्ति आती है। हम फौजी हैं, हमें मालूम है कि एक सैनिक किस तरह से अपने कर्तव्य दायित्व को निर्वाह करते हुए अपने प्राणों को अपने बलिदान देता है। तो आज हम एक्स सर्विसमैन होकर भी हमें उस चीज़ का एहसास है। मैं नमन करता हूँ, वंदन करता हूँ कर्नल पद्मनाभन साहब को, जिन्होंने ये बीड़ा उठाया कि त्रिशूर डिस्ट्रिक्ट के अंदर अमर जवान मेमोरियल का जो इन्होंने यहाँ पर स्थापना की। ऐसे विचार बहुत कम लोगों के मन के अंदर आते हैं और इन्होंने खुद मेहनत करके सिविल सोसाइटी की मदद से इतना भव्य ये आज
मेमोरियल पूरे राष्ट्र और केरला को समर्पित किया है। इनके इस महान कार्य को नमन करता हूँ। हम सब, एक सैनिक तो हमेशा सचेत रहता है। मुझे मौका मिला, जैसे बार बार आप लोग जो है सुन रहे हैं, मुझे तेलुगु तो आती नहीं है, इंग्लिश थोड़ी बहुत आती है, लेकिन तेलुगु के कुछ शब्द ज़रूर मैं बीच बीच में, मलयालम के बहुत कुछ शब्द जो है बीच बीच में पकड़ लेता था मैं, है ना। सम्मान, अभिमान, ये कुछ शब्द जो है आ जाते थे। तो एक सैनिक अपने मान, सम्मान, स्वाभिमान, राष्ट्र की एकता, अखंडता और अस्मिता के लिए जीता है और इसी के लिए मरता भी है। मुझे भी मौका मिला माँ भारती की सेवा करने के लिए अपने साथियों के साथ मात्र 19 साल की अवस्था में 17,000 फीट ऊंची उस टाइगर हिल टॉप के ऊपर युद्ध लड़ा और मैंने वो पल को जिया है, देखा है कि किस तरह से भारतीय सैनिक अपनी माँ भारती के लिए अपने लहू का हर कतरा बहाता है। मैंने देखा है कि मेरा साथी किस तरह से गोली लगने के बाद एक पल के अंदर शहीद हो जाता है। आपने जो है सिविलियंस जो उन्होंने, लेकिन मैं प्रत्यक्ष रूप से हमारे जवानों के गर्दनें कटनी है, लेकिन उनके हाथ में राइफल लेकर के उसके कदम दुश्मन की तरफ बढ़ते जाएंगे। वो भाव दीजिए, एक भाव वो भी जिया है कि हमारी फौज के अंदर, सैनिक के अंदर सहयोग, समर्पण, निष्ठा, एक दूसरे के प्रति विश्वास, भरोसा कभी कम ही नहीं होता। और इसी की बदौलत हम आगे बढ़ते हैं, इसी की बदौलत हम जीतते भी हैं। पल भर में मेरे सात में से 6 साथी शहीद हुए। जख्मी था, सर से लेकर के पैर तक शरीर से लहू बह रहा, लेकिन मन के अंदर एक ही सोच थी, कि सांस चले या न चले, लहू बहे तो बहे, सांस चले या न चले, मेरा राष्ट्र चलना चाहिए, मेरा राष्ट्र बढ़ना चाहिए। और परमपिता परमेश्वर से यही असीम कृपा करता रहा कि मेरी अंतिम सांस निकलने से पहले लक्ष्य पर तिरंगा लहराना चाहिए, और थोड़ा सा भी अगर गले में बोलने की शक्ति हो तो अंतिम शब्द वंदे मातरम निकलना चाहिए। मैं इन्हीं भाव और भावनाओं से भाव विभोर था, पड़ा था, और उन्हीं शक्तियों को संचालित करके उनसे लड़ता रहा, और वहाँ से टाइगर हिल से दुश्मनों को खदेड़ने में मुझे सफलता मिली। मैं लुढ़क करके अपने साथियों के पास 500 मीटर नीचे भी आया, उनको सूचनाएं दी ताकि वो अपनी दोबारा से प्लानिंग करके हमारे कमांडिंग ऑफिसर कर्नल खुशहाल चंद ठाकुर, ताकि वो दूसरी टुकड़ी को उस डायरेक्शन में भेज सकें, ताकि हम बिना कुछ कैजुअल्टी के टाइगर हिल टॉप के ऊपर जल्दी से जल्दी कब्जा जमा सकें। तो नीचे आया, उनको भी यही सूचना दिया कि सर वहाँ से उनको खदेड़ दिया गया है, उनको मार दिया गया है, लेकिन हमारे साथी भी शहीद हो गए हैं। मैं इतना सब कुछ झेलने के बाद भी अपने साथियों के पास जब आया, डॉक्टर ने इंजेक्शन लगाया, बताते बताते फिर मैं बेहोश हुआ, फिर मुझे पता नहीं मैं कहाँ पर। फिर उसके बाद 3 दिन के बाद होश आया, देखा, पता चला कि 92 बेस हॉस्पिटल श्रीनगर है, वहीं पर मुझे सूचना मिली कि उसी रात को दोबारा से हमारी टीम ने अटैक किया और बिना कुछ कैजुअल्टी के टाइगर हिल टॉप के ऊपर विजय पताका फहराया। टाइगर हिल की जीत
कारगिल युद्ध का यू टर्न था, उसके बाद सीज फायर हो गया था और 26 जुलाई को आज हम भारतीय जो कारगिल विजय दिवस के रूप में मनाते हैं। मैं आप सबको ये कहना चाहता हूँ, वो बताना भी चाहता हूँ कि ये कागज़ पर खींच करके जो एक नक्शा बनाया हुआ है, ये पेंसिल से खींची हुई रेखाएं नहीं हैं। सीमाएं नहीं बना करती कागज खींची लकीरों से, ये तो घटती बढ़ती रहती हैं वीरों की शमशीरों से। कि जहां हमारे सैनिक ने अपना लहू डाल दिया और अपना पसीना बहा दिया, वो धरती उस राष्ट्र की हो गई। इन शब्दों के साथ मैं पुनः त्रिशूल की गणमान्य अतिथियों का, आप सबका हृदय से अभिनंदन करता हूँ, वंदन करता हूँ। और आखिर में यही कहूँगा कि ये सांसों के तराने हिंद का नवगान गाएगा, हमारा शौर्य ध्वज लेकर वो चंद्रयान गाएगा। हमारे प्राण माता भारती के पग समर्पित हैं, हमारे लहू का हर कतरा हिंदुस्तान गाएगा, हिंदुस्तान गाएगा। जय हिंद, जय भारत। Next, I know ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മന്ത്രി അഡ്വക്കേറ്റ് രാജൻ, ഇന്നത്തെ നമ്മുടെ അമർ ജവാൻ സമർപ്പണം നടത്തിയ ഓണറബിൾ ക്യാപ്റ്റൻ യോഗാദിത്യ സിംഗ് യാദവ് PVC, മുഖ്യപ്രഭാഷണം നടത്തുന്ന TN പ്രതാപൻ MP, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ വന്നു ചേർന്നിരിക്കുന്ന എക്സ് സർവീസ്മെൻ കുടുംബാംഗങ്ങളെ, മറ്റ് സഹൃദയരെ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ലീഗ് നവീകരിച്ച അമർ ജവാൻ സമർപ്പണം നടത്തുന്നതാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത. നമുക്കറിയാം, അതിന് യോഗ്യതയുള്ള ഒരു മഹത് വ്യക്തിയാണ് ഈ സമർപ്പണം ഇവിടെ നടത്തുന്നത്. കാർഗിൽ യുദ്ധത്തിൽ അപകടത്തിൽ പോലും പങ്കെടുത്ത 5 യുദ്ധങ്ങളുടെ വിവരങ്ങൾ, ഇന്ത്യക്ക് വേണ്ടി പരമവീർ ചക്ര നേടിയ 21 യോദ്ധാക്കൾ, അതുപോലെ കേരളത്തിൽ നിന്നും ഗാലൻട്രി അവാർഡ് കിട്ടിയ 30ഓളം യോദ്ധാക്കൾ, ഇവരുടെ ഡീറ്റെയിൽസ്, എക്സ് സർവീസ്മെൻ വെൽഫെയറിന് വേണ്ടി കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, യുവാക്കൾക്ക് പട്ടാളത്തിൽ ചേരാനുള്ള എല്ലാ ഇൻഫർമേഷൻസും, നാഷണൽ കാഡറ്റിനെ കോറിനെ കുറിച്ചുള്ളൊരു ഇങ്ങനത്തെ കുറേ മോട്ടിവേഷണൽ ടോപ്പിക്സ് അടങ്ങിയ അമർ ജവാൻ എന്ന പേരുള്ളൊരു സൊവനീറാണ് ഇറക്കുന്നത്. അതിലേക്ക് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രക്ഷാമന്ത്രി, സർവീസ് ചീഫുകൾ, മുഖ്യമന്ത്രി, മോഹൻലാൽ, ഗവർണർ എല്ലാവരുടെയും മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് റിലീസ് ചെയ്യുകയായിരിക്കും. കവർ റിലീസ് ചെയ്ത നേരത്തെ നന്ദി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷനായിട്ടുള്ള പ്രിയങ്കരനായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ, അമർ ജവാൻ പുനഃസമർപ്പണം നടത്തിയ, നമ്മുടെ രാജ്യം പരംവീർ ചക്ര നൽകി ആദരിച്ച, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിമഹത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം, ഒരുപക്ഷെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം
രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും ഗുരുതരമായ കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഓരോ വെടിയുണ്ടയും തൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുമ്പോഴും ഭാരത് മാതാക്ക് ജയ് വിളിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ ധീരതിവർണ്ണ പതാക നെഞ്ചിലേറ്റുപിടിച്ച് പാകിസ്ഥാന്റെ പട്ടാളത്തിന് നേരെ രാജ്യത്തിൻ്റെ വിജയചരിത്രം കുറിക്കാൻ നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായ ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് ഈ ചടങ്ങിൽ നമ്മുടെ സ്വാഗതീയരുടെ പ്രകാശനം നിർവഹിച്ച ആദരണീയനായ നമ്മുടെ മേയർ ശ്രീ എം കെ വർഗീസ്, സ്വാഗത പ്രസംഗം നടത്തിയ മോഹൻദാസ് ടി, പ്രിയമുള്ള കേണൽ എച്ച് പത്മനാഭനടക്കം ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീമതി ഹരിതാജി കുമാർ IAS ഉൾപ്പെടെ ഇത്തരത്തിലൊരു പുനർനിർമ്മാണം, അമർ ജവാൻ പുനർനിർമ്മാണം നടത്തുവാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയ പ്രിയങ്കനായ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CMD ശ്രീ VP നന്ദകുമാർ അടക്കമുള്ള വേദിയിലെ വിശിഷ്ട അതിഥികളെ, പ്രിയ ധീര ജവാന്മാരായ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച പഴയ തലമുറയിലും പുതിയ തലമുറയിലും ധീര യോദ്ധാക്കളടക്കമുള്ള കുടുംബാംഗങ്ങളെ, വളരെ വികാരത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം ഇദ്ദേഹം മെൻഷൻ ചെയ്ത സുബേദാർ മേജർ ഓണററി ക്യാപ്റ്റൻ പരംവീർ ചക്ര ബാനാ സിംഗിൻ്റെയും കൂട്ടത്തിൽ സഞ്ജയ് കുമാറിൻ്റെ മെസ്സേജ് കിട്ടിയിരുന്നു. അത് കറക്റ്റ് ആയതുകൊണ്ട് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ മോഹൻലാൽ സാറിൻ്റെ മെസ്സേജ് കാണിക്കൂ പ്ലീസ്. വോളിയം കൊടുക്കൂ. അമർ ജവാൻ, അമർ ഭാരത്. പ്രിയപ്പെട്ടവരെ, യുദ്ധസ്മാരകങ്ങൾ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ സുരക്ഷിത ജീവിതം ധീര ജവാന്മാരുടെ കർമ്മധീരതയുടെയും അർപ്പണബോധത്തിൻ്റെയും ഫലമായുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി പോരാടിയ വീരയോദ്ധാക്കളുടെ ജീവസമർപ്പണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. എല്ലാത്തിനും ഉപരി ഭാരതമാതാവിൻ്റെ മക്കളായ നമ്മൾ ഒരുമയോടും പരസ്പര സ്നേഹത്തോടും കഴിയണമെന്ന ഓർമ്മപ്പെടുത്തൽ. കേണൽ പത്മനാഭന്റെ നേതൃത്വത്തിൽ എക്സ് സർവീസ് ലീഗ് തൃശ്ശൂരിലെ അമർ ജവാൻ എന്ന സ്മൃതി നിലയം അത് അർഹിക്കുന്ന രീതിയിൽ പുതുക്കി പണിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അമർ ജവാൻ സ്മാരകത്തിനപ്പുറം ഒരു വികാരമാണ്. സുരക്ഷിതമായി നമ്മൾ ജീവിക്കുന്നതിന് നമ്മുടെ വീരയോദ്ധാക്കളോട് നന്ദി പറയാനുള്ള ഇടം കൂടിയാണ്. ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ അർപ്പിക്കാനുള്ള മണ്ഡപമാണ്. അമർ ജവാന്റെ പുനർനിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച കേണൽ പത്മനാഭനും കേരള എക്സ് സർവീസ് ലീഗിനും ഇതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകിയ മണപ്പുറം ഗ്രൂപ്പ് MD ശ്രീ നന്ദകുമാറിനും എൻ്റെ സ്നേഹവും അഭിനന്ദനങ്ങളും. ജയ് ഹിന്ദ്. സുബേദാർ മേജർ ബാനാ സിംഗ് പരംവീർ ചക്ര ആൻഡ് ഓണററി ക്യാപ്റ്റൻ പരംവീർ ചക്ര. 80 വയസ്സായി അദ്ദേഹത്തിന്. ജമ്മുവിൽ നിന്നും വീഡിയോ. देश के प्यारे देशवासियों, मैं आज बहुत ही खुश हूँ कि आप लोगों ने केरला के त्रिशूर शहर में शहीदों का जो स्मारक बना रहे हैं, वो क्यों कि वो हमेशा के लिए याद रहेगा कि इन लोगों ने देश के लिए कुर्बानी दी है और देश इनकी बलबूते पर जो आगे बढ़ रहा है, ताकि इस चीज़ को देखकर युवा पीढ़ी ये कर सके, करवा सके या उसके बारे में कुछ कह सके कि इन लोगों ने देश के लिए बहुत बहादुरी की है और अच्छा काम किया है, जिसके आज इनके नाम जो है दीवारों पर लिखा जा रहा है। और दूसरा, मैं आज एक संदेश देना चाहता हूँ युवा पीढ़ी को कि जितना भी लगन, मेहनत, मशक्कत करके अपना काम करना है और देश को आगे ले जाने का पूरा प्रयास करना है. അതുപോലെ സഞ്ജയ് കുമാർ സാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു. ദെറാദൂണിലാണ്, വീഡിയോ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ സന്തോഷം അറിയിക്കാനായിട്ട് പറഞ്ഞു. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. വളരെ സന്തോഷത്തോടു കൂടി കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആർമി ഓഫീസറായിട്ടുള്ള ബ്രിഗേഡിയർ സുനിൽ കുമാറിനെ 2 വരി ഞങ്ങളോട് അഭിസംബോധന ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഓണററി ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് പരംവീർ ചക്ര, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും, കളക്ടർ, എല്ലാ സൈനിക ഉദ്യോഗസ്ഥർക്കും, എല്ലാ വിമുക്ത ഭടന്മാർക്കും
ബാക്കി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഉദ്ദു വത്സര ആശംസകൾ. Honorable Revenue Minister, Government of Kerala, Advocate Rajan, I think Honorable Higher Education Minister, Government of Kerala, Dr. Bindu, Shri M.K. Varghese, Thrissur City Mayor, Brigadier B.K. Sunil Kumar, Additional Director General, Kerala and Lakshadweep NCC, Srimati Hajita V. Kumar, IAS, District Collector Thrissur, Shri A. Akbar, IPS, DIG Thrissur Range, Colonel Padmanabham, retired Patron, Ex-Serviceman League, Thrissur Chapter, and not but the least, Honorary Captain Yogendra Singh Yadav, Paramveer Chakra. All other dignitaries present on dais, all serving, retired and NCC cadets who are part of the audience, ladies and gentlemen, a very good evening and Happy New Year to one and all. I, Commodore Rajesh Kumar Yadav, Naval Officer in Charge Kerala, on behalf of Flag Officer Commanding in Chief, Southern Naval Command, Vice Admiral Humphrey Holly, AVSM NM, would extend my warm greeting and gratitude one and all on behalf of Indian Navy to Ex-Serviceman League Thrissur Chapter for inviting me to be part of inauguration of renovated Amar Jawan Square Memorial at Thrissur. The Indian Armed Forces history is replete with stories of brave men who have laid down their life to protect our great nation from adversaries without thinking of their personal comfort and families they have left behind. Yes, my dear friends, ladies and gentlemen, we are talking about the immortal soldier, the Amar Jawan, for whom we have all gathered here to pay our gratitude, respect and homage. പ്രൗഢ ഗംഭീരമായ ഈ ഒരു സദസ്സിൻ്റെ അധ്യക്ഷൻ ശ്രീ KK ഉണ്ണികൃഷ്ണൻ അവർകൾ, രാജ്യത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പരംവീർ ചക്ര ജേതാവ് ഓണററി ക്യാപ്റ്റൻ ശ്രീ യോഗേന്ദ്ര സിംഗ് യാദവ് ജി, ബഹുമാന്യനായ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ രാജൻ സർ, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ മേയർ, ബഹുമാനപ്പെട്ട MP, ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ നാളുകൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ഇന്നുകൾ സമർപ്പിക്കുന്ന അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് ധീര ജവാന്മാർക്ക് മുന്നിൽ ഓരോ ദിവസവും രാജ്യം വിജയ ദിവസങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് കിട്ടിയ ത്രിവർണ്ണ പതാകയും ഒരുപിടി ഓർമ്മകളും നെഞ്ചോട് ചേർക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ഈ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ആദരവുകൾ അർപ്പിച്ചുകൊള്ളുന്നു. ചിരഞ്ജീവിയായ സൈനികൻ്റെ ഓർമ്മയുമായി ഈ അമർ ജവാൻ പുതിയ മുഖമെനിക്ക് ഒരു പുതുമോടിയോടെ ഈ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കിട്ടിയത് ഒരുപക്ഷെ ലിവിങ് ലെജൻഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പരംവീർ ചക്ര ജേതാവ് ശ്രീ യോഗേന്ദ്ര സിംഗ് യാദവ്, ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് അവർകളെയാണ്. So we are honored to have you here. The way you braved the bullets and the chill and the indomitable spirit of valor and patriotism that you have exhibited would definitely be inspiring generations to come. ഈ അമർ ജവാൻ ഒരു സന്ദേശമാണ്. ഒരു സൈനികനും മരിക്കുന്നില്ല. ജനഹൃദയങ്ങളിൽ എക്കാലത്തും വീണ്ടും വീണ്ടും പുനർജനിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഓർമ്മകൾ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഈ ദേശത്തിന് മുഴുവൻ മാതൃകയായി ആ ഒരു ഓർമ്മ നിലനിർത്താൻ ഇത്രയും ഭംഗിയായിട്ട് പുനരതിനെ അവതരിപ്പിച്ച നമ്മുടെ എക്സ് സർവീസ് ലീഗിനോട്, അതിന് ചുക്കാൻ പിടിച്ച മണപ്പുറത്തിനോട് ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ദേശത്തിൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. മിസ്സസ് ഹരിത വളരെ സ്നേഹത്തോടെ ഇതിന് ഒരു കാര്യത്തിലും നോ പറയാതെ ഇതിന് കാരണഭൂതനായിരിക്കുന്ന മണപ്പുറത്തിൻ്റെ MDയും CEO-ഉമായിരിക്കുന്ന ബഹുമാനപ്പെട്ട നന്ദകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മഹത്തായ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന അധ്യക്ഷൻ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ലീഗ്
ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാന്യ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ, ഇതിൽ അമർ ജവാൻ സമർപ്പണം നടത്തിയ നമ്മളെയൊക്കെ ഏറെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടും നമ്മളെയൊക്കെ പുളകം കൊള്ളിച്ച ഒരു ലിവിങ് ലെജൻഡ്, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ പരംവീർ ചക്ര ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരാധ്യനായ മേയർ ശ്രീ MK വർഗീസ്, ആരാധ്യനായ തൃശ്ശൂർ MP ശ്രീ TN പ്രതാപൻ, ജില്ലാ കലക്ടർ ശ്രീമതി പരിത വി കുമാർ, ഇത് ചുക്കാൻ പിടിച്ച കേണൽ H പത്മനാഭൻ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രമുഖരായിട്ടുള്ള സേനാ മേധാവികളെ, വിമുക്ത ഭടന്മാർ, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ 135 കോടിയോളം ആളുകൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജവാന്മാർ നമുക്ക് വേണ്ടി അവരുടെ ജീവിതം അർപ്പിക്കുമ്പോഴാണ്. ഒരൊറ്റ സെക്കൻഡ് കൂടി എല്ലാവരും കൂടി ഇരിക്കണം. ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാനാണ്. എക്സ് സർവീസ് ലീഗ് കേരളത്തിൻ്റെ കീഴിലും വിവിധ ജില്ലകളിൽ അമർ ജവാൻ ഇത്തരത്തിലുള്ള 6-7 ജില്ലകളിൽ ഇങ്ങനെയുണ്ട്, പലയിടത്തും അത് സമ്പൂർണ്ണമല്ല. ജില്ലാ ഭരണകൂടങ്ങൾ, കളക്ടറേറ്റും റവന്യൂ വകുപ്പുമൊക്കെയാണ് പലയിടത്തും അതിനാവശ്യമായ സ്ഥല സൗകര്യം നൽകിയത്. അതെല്ലാം ഇത്രയും മനോഹരമായിട്ടില്ല. അങ്ങനെ ആകെ മനോഹരമായത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇത് അതിമനോഹരമാക്കിയത് മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പ്രത്യേകമായ പിന്തുണയോടുകൂടിയാണ്. ശ്രീ VP നന്ദകുമാർ CMD അദ്ദേഹവുമായി ഇപ്പോൾ സ്വകാര്യ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉറപ്പ് നൽകിയിരിക്കുന്നു. നമ്മുടെ ജവാന്മാരുടെ നിത്യസ്മാരകമായി സ്മരിക്കുന്നതിന് വേണ്ടി, അവരെ നമ്മുടെ നെഞ്ചിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ തൃശ്ശൂരിൽ ഇപ്പോൾ ചെയ്തതുപോലെ മറ്റ് 13 ജില്ലകളിലും ഇതിനാവശ്യമായ അമർ ജവാനു വേണ്ടിയുള്ള സൗകര്യം മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CSR ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് അതിൻ്റെ സ്റ്റേറ്റ് നേതൃത്വത്തെ റവന്യൂ വകുപ്പ് മന്ത്രി മുഖാന്തരം അറിയിക്കാൻ പ്രിയങ്കരായ ഞാനിത് പറയാൻ കാരണം അദ്ദേഹം എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ്, കുടുംബാംഗമാണ്, അയൽവാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ റവന്യൂ മന്ത്രിയെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തി പറയുന്നത്. അദ്ദേഹം നന്ദേട്ടൻ എൻ്റെ അയൽവാസിയും കുടുംബമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി അത് ഔദ്യോഗികമായിട്ട് കൂടെ അത് റവന്യൂ മന്ത്രി ഏറ്റെടുക്കും. അതിനാവശ്യമായ CSR ഫണ്ട് പ്രിയപ്പെട്ട മണപ്പുറം ചെയ്യാമെന്ന് അറിയിച്ച് സന്തോഷം അറിയിക്കുന്ന റവന്യൂ മന്ത്രിയെ അത് ഏറ്റെടുത്ത് ഇതിനു വേണ്ടി ക്ഷണിക്കുന്നു. 14 ജില്ലകളിലും അമർ ജ്യോതി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള മണപ്പുറത്തിൻ്റെ MP ശ്രീ VP നന്ദകുമാർ ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഒരു സന്തോഷം കൂടി അദ്ദേഹം ഈ അവസരത്തിൽ പറഞ്ഞു. 140 വീടുകൾ മണപ്പുറം കേരളത്തിൽ വീടില്ലാത്തവർക്കായി പണിതു കൊടുക്കുകയാണ്. ഈ രണ്ടും അദ്ദേഹത്തിന് വേണ്ടി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റവന്യൂ വകുപ്പ് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതാണ് എന്ന കാര്യം കൂടി അദ്ദേഹത്തെ അറിയിക്കുന്നു. ഇത് കേരള എക്സ് സർവീസിൻ്റെ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണമെന്ന് പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ തരാൻ മന്ത്രിയും നന്ദകുമാർ സാറും എല്ലാവരും ഉള്ള സമയത്ത് പറഞ്ഞാൽ ഇനി എന്തുവാണ്. ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ലാസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ഒറ്റ സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്യണം. ആദരം കൈമാറലാണ്. ബഹുമാനപ്പെട്ട ഓണററി ക്യാപ്റ്റൻ യാദവ് പരംവീർ ചക്ര സാറിൻ്റെ കയ്യിൽ നിന്നും ആദരം ഏറ്റുവാങ്ങുന്നതിനായി മണപ്പുറം സ്ഥാപകൻ അതിൻ്റെ നേതാവായിട്ടുള്ള നന്ദകുമാർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
തന്നെ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. विनायक जय हे भारत भाग्य विदाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे. എൻ്റെ കൂടെ തന്നെ എനിക്ക് വലിയൊരു പിഴവ് പറ്റിപ്പോയി. നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഉപഹാരം യോഗേന്ദ്ര സിംഗ് യാദവിന് കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ വീണ്ടും വീണ്ടും ക്ലോക്ക് എടുത്ത് കാണിക്കുവാണ് ഫ്ലൈറ്റ് പോകുമെന്ന്. അപ്പോൾ അതിൻ്റെ കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ പേരിലും തൃശ്ശൂർ പൗരാവലിയുടെ പേരിലും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ്റെ പേരിലുമുള്ള ഉപഹാരം നൽകുവാനായി മന്ത്രി രാജനോട് അഭ്യർത്ഥിക്കുന്നു. അത് ഏറ്റുവാങ്ങുവാനായി സുബേദാർ മേജർ ഓണററി ക്യാപ്റ്റൻ യാദവിന്. വയസ്സുള്ള പരമേശ്വര ചക്രക്കാരാണ്. 14 ജില്ലകളിൽ ഇത് ഞങ്ങൾ ഏറ്റെടുത്തുള്ളതെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ബോൾ എൻ്റെ കൂട്ടിലായി. ഇനി സ്ഥലം കണ്ടുപിടിക്കാം, ഇതിന് സ്ട്രക്ചർ ഉണ്ടാക്കുക, പൈസ മാത്രം വരുമ്പോൾ ചോദിക്കുക എന്നുള്ളൊരു ഞാൻ അണ്ടർ ട്രമൻഡസ് പ്രഷറാണ്. ഞാനിത് കഴിഞ്ഞിട്ടൊരു 4 ദിവസം സുഖമായി പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ്